ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്ന് എൻ്റേത് എന്ന് പറയുന്ന കാര്യങ്ങളിൽ നാളെ എന്തൊക്കെയാണ് ശരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാവുക? പണം, വീട്, ബന്ധങ്ങൾ, ഈ കാണുന്ന ശരീരം പോലും. അപ്പോൾ പിന്നെ എൻ്റേത് എന്ന ബോധം എവിടെ നിന്നാണ് വരുന്നത്? ഈ ചോദ്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉപനിഷത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യ മന്ത്രം പറയുന്നത് ഈശാവാസ്യമിതം സർവം. അർത്ഥം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ ലോകത്തിലുള്ള എല്ലാത്തിലും ഈശ്വര സാന്നിധ്യമുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇതെൻ്റെ വീട്, ഇതെൻ്റെ പണം, ഇതെൻ്റെ കുടുംബം, ഇത് എൻ്റെ ശരീരം, ഇതെൻ്റെ ജീവിതം. പക്ഷേ ഉപനിഷത്ത് നമ്മളോട് ചോദിക്കുന്നത് മറ്റൊരു വലിയ ചോദ്യമാണ്. നിങ്ങൾ എൻ്റേത് എന്ന് വിളിക്കുന്നതൊക്കെ ശരിക്കും നിങ്ങളുടേതാണോ? നമ്മൾ ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ ഈ രണ്ടിനും ഇടയിലുള്ള ചെറിയൊരു കാലയളവിലാണ് മനുഷ്യൻ പറയുന്നത്, ഇതെല്ലാം എൻ്റേതാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ആസക്തി തുടങ്ങുന്നത്. ആസക്തിയിൽ നിന്ന് ഭയം, ഇത് നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും? അവിടെ നിന്ന് അസൂയ, അവനിതെങ്ങനെ കിട്ടി? അവിടെ നിന്ന് കോപം, എൻ്റെ കാര്യം എന്തുകൊണ്ട് നടന്നില്ല? അതുകൊണ്ട് ഈശാവാസ്യ ഉപനിഷത്തിന്റെ സന്ദേശം വെറും ആത്മീയതയല്ല. ഇത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഉപനിഷത്താണ്. നമുക്കൊരു വസ്തുവിനോട് എത്രയധികം എൻ്റേതെന്ന ബോധമുണ്ടോ, അത് നഷ്ടപ്പെടുമോ എന്ന ഭയവും അത്ര കൂടുതലാകും. പക്ഷേ ഉപനിഷത്ത് പറയുന്നത് ആസക്തി കുറയ്ക്കുക, ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകരുത്, ജീവിതത്തെ ശരിയായിട്ട് കാണുക. രണ്ടാമത്തെ മന്ത്രം അതിലും മനോഹരമാണ്. അത് കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ജീവിക്കണം എന്നാണ് ഈ ഒരു വലിയ ആശയം. അതായത് ഉപനിഷത്ത് പറയുന്നത് ലോകം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകൂ എന്നല്ല. ലോകത്തിനുള്ളിൽ ജീവിക്കൂ, ജോലി ചെയ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ സംരക്ഷിക്കൂ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റൂ. പക്ഷേ അവയെല്ലാം എൻ്റേത് എന്ന അഹങ്കാരത്തോടെ പിടിച്ചു നിൽക്കരുത്. ഇതാണ് വളരെ വലിയ വ്യത്യാസം. ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നു, അവൻ മുഴുവൻ മനസ്സോടെ ജോലി ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ ഫലം തൻ്റെ അഹങ്കാരത്തിൻ്റെ തെളിവായിട്ട് കാണേണ്ടതില്ല. ഒരു ബന്ധത്തെ സ്നേഹിക്കൂ, പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരാളാണെന്ന് കരുതരുത്. പണം സമ്പാദിക്കൂ, പക്ഷേ പണമാണ് നിങ്ങളുടെ മൂല്യം എന്ന് വിശ്വസിക്കരുത്. ജീവിതം ഉപയോഗിക്കാം, പക്ഷേ ജീവിതത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. ഇതാണ് ഈശാവാസ്യത്തിൻ്റെ ഒരു ആഴത്തിലുള്ള സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള അർത്ഥവും കൂടി നമുക്ക് നോക്കാം. നമ്മുടെ മനസ്സിൽ ഒരു വാക്കിന് വലിയ ശക്തിയുണ്ട്. എൻ്റെ പേര്, നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വീട്, എൻ്റെ പണം, എൻ്റെ അഭിപ്രായം, അതുപോലെ എൻ്റെ മതം, അതേപോലെ തന്നെ എൻ്റെ കുടുംബം, എൻ്റെ വിജയം. ഈ എൻ്റെ എന്ന ബോധം നമുക്ക് ശക്തമാകുമ്പോൾ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ നമ്മുടെ ഈഗോ പ്രതികരിക്കും. പക്ഷേ സ്വയം തിരിച്ചറിയുന്ന മനുഷ്യൻ പതുക്കെ മനസ്സിലാക്കുന്നു, എനിക്കുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്, ഞാൻ അതിൻ്റെ ഉടമ മാത്രമല്ല, അതിൻ്റെ സാക്ഷിയും കൂടിയാണ്. അവിടെ നിന്നാണ് ഉള്ളിലെ സമാധാനം തുടങ്ങുന്നത്. അതുകൊണ്ട് ഈശാവാസ്യ ഉപനിഷത്ത് നമ്മളോട് പറയുന്ന ആദ്യത്തെ വലിയ പാഠം, ജീവിതം ഉപേക്ഷിക്കേണ്ടതില്ല, പക്ഷേ ആസക്തി ഉപേക്ഷിക്കാൻ പഠിക്കണം. നമ്മുടെ കയ്യിലുള്ളതിനെ സ്നേഹിക്കുക, പക്ഷെ അത്
എന്നേക്കുമായിട്ട് നിങ്ങളുടേതാണ് എന്ന് കരുതരുത്. കാരണം നമ്മൾ വസ്തുക്കളെ സ്വന്തമാക്കുന്നു എന്ന് കരുതുമ്പോൾ പലപ്പോഴും ആ വസ്തുക്കളാണ് നമ്മളെ സ്വന്തമാക്കുന്നത്. അടുത്ത ഭാഗത്തിൽ കർമ്മം ചെയ്യുമ്പോൾ കർമ്മം നമ്മളെ ബന്ധിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന ഈശാവാസ്യ ഉപനിഷത്തിന്റെ അടുത്ത വലിയ ചിന്തയിലേക്ക് നമുക്ക് പോകാം.